മാതൃഭൂമി മീഡിയ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ വിസ്മയ. പ്രധാന വാർത്തകൾ. കനത്ത സുരക്ഷയിൽ കൊച്ചിയിലെ നവകേരള സദസ്സ്. ശക്തമായ പ്രതിഷേധം നടക്കുമെന്ന് കോൺഗ്രസ്. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി എം.പി. രാജേഷ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് ഗവർണർ പെരുമാറുന്നതെന്ന് മന്ത്രി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇനി വളർത്തുമൃഗങ്ങൾക്കുമായി യാത്ര ചെയ്യാം. സിയാലിന് കേന്ദ്ര സർക്കാരിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ആരോപിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടഭ്യർത്ഥനയുമായി ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എറണാകുളം റോഡ്വേയിൽ. എറണാകുളത്ത് കച്ചവടം നടത്തുന്ന ആലത്തൂരിലെ വോട്ടർമാരെ തേടിയാണ് രമ്യ എത്തിയത്. നവകേരള സദസ്സിന് മുന്നോടിയായി കൊച്ചിയിൽ സുരക്ഷ ശക്തമാക്കി. വേദിക്കരികിൽ പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എംഎൽഎമാർക്കടക്കമുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. നവകേരള സദസ്സ് തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാട്ടിലും നടക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മുന്നറിയിപ്പ്. പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ്. പിണറായി വിജയന്റെ ഒടുക്കത്തെ ജാഥയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്തൊരു വിരോധാഭാസമാണ്. ഏരിയ സെക്രട്ടറിയാണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ? കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നഗരത്തിൽ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനവ്യൂഹം കടന്നുപോകുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസ് മുതൽ കോലഞ്ചേരി വരെ റോഡിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച DCC പ്രസിഡന്റും ജനപ്രതിനിധികൾക്കുമെതിരെ കലാപത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 75 പേരടങ്ങുന്ന സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം.പി. രാജേഷ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് രാജേഷ് കുറ്റപ്പെടുത്തി കുട്ടികളെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർ വളരെ വിചിത്രമായ രീതിയിലാണല്ലോ കുറച്ചു കാലമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ അദ്ദേഹത്തെ കോഴിക്കോട് മിഠായിത്തെരുവിൽ അലുവ തിന്നാൻ പോകുന്നതായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രിയുടെ പക്കമേളം തൊട്ട് പിന്നാലെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിപുലമായ രാഷ്ട്രീയ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഗവർണർ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നടത്തുന്ന ഈ നീക്കം അപലപനീയമാണ്. അത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കൽ കൂടിയാണ്. ഈ ബുള്ളറ്റിനോടുകൂടി വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.